ഹിന്ദുസ്ഥാൻ ലിവർ 70കളിൽ നീല നിറത്തിലുള്ള പ്രീമിയം ബ്രാൻഡ് സോപ്പ് വിപണിയിലിറക്കി. പക്ഷേ അതിന് കാര്യമായ സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ ലഭിക്കാതെ വന്നു. എങ്ങനെയും മാർക്കറ്റ് തിരിച്ചുപിടിക്കാൻ കമ്പനി ആലോചിച്ചപ്പോൾ ആദ്യം വന്ന പേര് ഇന്ത്യൻ പരസ്യചിത്രങ്ങളുടെ സംവിധായകൻ പദാംസയുടേതായിരുന്നു. പദാംസയുടെ ലിൻഡാസ് കമ്പനി ഈ പരസ്യത്തിന് വേണ്ടി ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് കുടുംബിനികളെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഒരു സോപ്പിന്റെ പരസ്യത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണോ എന്നായിരിക്കും ആലോചിക്കുന്നത്. അതാണ് പദാംസയുടെ മാജിക്. അദ്ദേഹം തിരിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യം, ഇന്ത്യയിലെ സ്ത്രീകൾ ജീവിതത്തിലെ പിരിമുറുക്കങ്ങളിൽ നിന്നും അല്പം സ്വതന്ത്രരാകുന്നത് കുളിമുറികളിലാണ്. മൂളിപ്പാട്ട് പാടിയും വെള്ളം തെറിപ്പിച്ചും അവർ അല്പനേരം എല്ലാം മറക്കും. ചിതറിത്തെറിക്കുന്ന വെള്ളത്തിൽ തിമിർത്താടുന്ന ഒരു പെൺകുട്ടിയെ പദാംസെ ആദ്യമായി കണ്ടു. ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിൽ ആംഗ്ലോ ഇന്ത്യൻ മോഡലായ സുന്ദരിയായ കാരൻ ലൂനനെ സെലക്ട് ചെയ്തു. ആദ്യത്തെ ലിറിൽ ഗേൾ. പ്രാക്ടീസ് സെക്ഷൻ മുംബൈയിലെ ജുഹു ബീച്ചിലായിരുന്നു. എങ്കിലും ഫൈനൽ ഷൂട്ടിങ്ങിന് വേണ്ടി കേരളം ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും അന്വേഷണം നടന്നുകൊണ്ടിരുന്നു. അവസാനം ആ അന്വേഷണം അവസാനിച്ചത് മഞ്ഞിൽ മയങ്ങി നിന്ന കൊടൈക്കനാലിലെ പാമ്പാർ വെള്ളച്ചാട്ടത്തിലായിരുന്നു. പച്ച നിറത്തിലുള്ള ബികിനിയിൽ ലൂണൽ വെള്ളച്ചാട്ടത്തിൽ തകർത്തഭിനയിച്ചു. ആഴങ്ങളിലേക്ക് ഊളിയിട്ടപ്പോൾ 2 പാമ്പുകളെ കണ്ട കാര്യം പിന്നീട് ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിലാണ് പറഞ്ഞത്. ലിറിലിന്റെ പുതിയ പരസ്യം ശ്രദ്ധിക്കപ്പെട്ടു. സന്തോഷം ആഗ്രഹിക്കുന്ന സ്ത്രീകളുടെ മനസ്സ് വായിച്ച പരസ്യം ലിറിൽ സോപ്പ് ഇന്ത്യൻ വിപണി കീഴടക്കി. ലൂണലിനെ സ്നേഹത്തോടെ ഇന്ത്യ മുഴുവൻ ലിറിൽ ഗേൾ എന്ന് വിളിക്കപ്പെട്ടു. ആ ചെറിയ വെള്ളച്ചാട്ടം അധികം വൈകാതെ ലിറിൽ ഫോൾസ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി. തിയേറ്ററുകളിൽ, ഇന്റർവെല്ലുകളിൽ പോപ്കോൺ വാങ്ങി തിരക്കിട്ട് സീറ്റുകളിലേക്ക് മടങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു പ്രിയപ്പെട്ട ലിറിൽ ഗേളിനെ കാണാനായി. ആദ്യ ലിറിൽ ഗേളിന് സിനിമയിൽ ഒരുപാട് അവസരങ്ങൾ ലഭിച്ചെങ്കിലും അവൾ നിരസിച്ചു. അതിനിടയിൽ ലൂണൽ മരിച്ചുപോയെന്ന് ഒരു കിംവദന്തി ഇന്ത്യയിലാകെ പരന്നു. പക്ഷേ ആ സമയത്ത് യഥാർത്ഥത്തിൽ ലോകം കാണാൻ ഇഷ്ടപ്പെട്ടിരുന്ന അവൾ ഒരു എയർ ഹോസ്റ്റസായി യാത്രക്കാരെ സ്വീകരിക്കുകയായിരുന്നു. വിമാനത്തിനുള്ളിൽ ചിലർ അവളെ തിരിച്ചറിഞ്ഞ് സംശയത്തോടെ വീണ്ടും നോക്കിയപ്പോൾ അവൾ സമ്മാനിച്ചു ഹിന്ദുസ്ഥാൻ ലിവറിന്റെ ചരിത്രം മാറ്റിയെഴുതിയ അതേ ലിറിൽ പുഞ്ചിരി. ടീച്ചറായി ജോലി ചെയ്ത ലൂണൽ ഇപ്പോൾ ന്യൂസിലൻഡിൽ താമസിക്കുന്നു. 1980-ൽ ലൂണലിന് ഭീകരമായ ഒരു കാർ ആക്സിഡന്റ് സംഭവിച്ചിരുന്നു. 60 സ്റ്റിച്ചുകളുമായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവളുടെ ജീവിതം മാറ്റിമറിച്ച പരസ്യ കമ്പനിയായ ലിൻഡാസിൽ നിന്നും ഒരു കവറുമായി ഒരാൾ കാണാൻ വന്നു. ഉള്ളിൽ മധ്യഭാഗം കീറിയ ഒരു പേപ്പർ. അതിനുള്ളിലൂടെ അല്പം കാണുന്ന ലിറിലിന്റെ പരസ്യം. വശത്ത് ഒരു സൂചിയും നൂലും. അതിനടിയിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഓരോ തുന്നലും ഞങ്ങളുടെ പച്ച നാരങ്ങയെ രക്ഷിക്കും. കൊടൈക്കനാലിലെ ഈ ചെറിയ വെള്ളച്ചാട്ടം ഇപ്പോൾ മനോഹാരിത നഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരിക്കാം. പക്ഷേ എല്ലായിടത്തും ഓരോ കഥകളുണ്ട്, കോരിത്തെരിപ്പിക്കുന്ന കഥകൾ.